നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ചെറിയ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ബൈജു അവർകൾ, ക്ലബിൻ്റെ സോൺ ചെയർപേഴ്സൺ ആർ ബാബു സുരേഷ്, വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ, സർവീസ് ചെയർപേഴ്സൺ പി സന്തോഷ് കുമാർ, പ്രദീപ് കുമാർ കപ്പമ്പർ, എല്ലാവരെയും ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതിലുപരി നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഇന്ന് അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ഡേ ആണ്. ഓഗസ്റ്റ് 19 അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ഡേ എന്ന് പറയുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഓഗസ്റ്റ് 19 ഈ ലോകത്തോട് ഈ ഫോട്ടോഗ്രാഫി എന്താണ് എന്ന് കാണിച്ചു തന്നത്. ഓഗസ്റ്റ് 19 1839 ലൂയി ഡൈഗ്രോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡൈഗ്രോ മോഡലിൽ ഒരു ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ലോകത്തിൽ ഈ ഫോട്ടോഗ്രാഫി എന്താണെന്ന് അദ്ദേഹത്തിനെയാണ് ഇതിൻ്റെ ആസ്ഥാന ഈ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചതിനെ പുള്ളിയാണ്. ലൂയി ഹൈഡ്രോ എന്ന വ്യക്തിയാണ് ഇതിൻ്റെ സ്ഥാപകൻ. എന്നാൽ ഇതിനു മുമ്പ് ഗ്രീക്ക് വംശജനായ അരിസ്റ്റോട്ടിൽ, നമുക്കറിയാം, അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന അദ്ദേഹമാണ്. ഒരു ഇരുട്ടടഞ്ഞ മുറിയിലൂടെ ചെറിയ ദ്വാരത്തിലൂടെ വെളിച്ചം കടത്തിവിട്ട് നമ്മുടെ ഇമേജിനെ തലകീഴായി കാണിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തിനോട് ഇത് പരിചയപ്പെടുത്തുന്നു. നമ്മൾ ഇന്നിവിടെ ഓരോ ഫോട്ടോഗ്രാഫർമാരെയും നമുക്കറിയാം, അവരുടെ കഴിവുകളെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫി ഡേയിലാണ്. അവരെടുക്കുന്ന ഓരോ ചിത്രങ്ങളും, നമുക്ക് വേണ്ടി എടുക്കുന്ന ഓരോ ചിത്രങ്ങളുടെ പുറകിലും മറഞ്ഞിരിക്കുന്ന ഓരോ കഥകളുണ്ട്. നമ്മുടെ ക്ലബിന് വേണ്ടി നമുക്ക് എപ്പോഴും നമ്മുടെ കഥകളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസ് ചാലക്കൽ എന്ന ജോസേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട മധു അയ്യപ്പ ഫോട്ടോസ് എന്നീ 2 വിശിഷ്ട വ്യക്തികളെയാണ്, ഫോട്ടോഗ്രാഫേഴ്സിനെയാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ഇന്ന് ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അധ്യക്ഷനായ ശ്രീ പി ബൈജുവിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചു. ശ്രീ ബാബു സുരേഷ് അവർ, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ശ്രീമാർജി, അതുപോലെ തന്നെ ആദരണീയ വൈസ് പ്രസിഡന്റ് കൃഷ്ണമാർജി, സന്തോഷ് ജി, പ്രദീപ് ജി, ഇന്നത്തെ മുഖ്യാതിഥികളായ ഫോട്ടോസിൻ്റെ ഉടമ ശ്രീ മധു, അതുപോലെ തന്നെ ജോസേട്ടൻ, എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. സ്വാഗതം പറഞ്ഞ ഈ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൻ്റെ എന്താ പറയുക പരിണാമത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ചു. എന്നിരുന്നാലും ഇന്ന് കാലം ഒരുപാട് മാറി. കാരണം പണ്ട് കാലത്ത് നമുക്കൊക്കെ അറിയാം, ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഫിലിം വാങ്ങണം. ഫിലിം വാങ്ങിയാൽ എല്ലാവരുടെയും അനുമതിയോടുകൂടി മാത്രമേ ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഫിലിം വേസ്റ്റ് ആവും, അല്ലെങ്കിൽ വെറുതെ എടുത്ത് കളയുന്നു എന്നുള്ള പഴി കേൾക്കേണ്ടി വരും. അവിടെ നിന്നൊക്കെ മാറി ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയി. ഒരു ചെറിയൊരു എന്താ പറയുക, ക്യാമറ എന്ന് പറയുന്ന ഒരു വിരൽത്തുമ്പിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് അത്രയും മൈന്യൂട്ടായിട്ട് മാറിയെങ്കിലും പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ ചെയ്തു വരുന്ന ആളുകൾ അവർ എടുക്കുന്ന എന്താ പറയുക ചില നിമിഷങ്ങൾ നമുക്ക് കൗതുകം തോന്നാറുണ്ട്. ഭയങ്കര എന്താ പറയുക, എല്ലാ തൊഴിലിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ തൊഴിലിനും കഠിനമായ ഒരു പരിശ്രമം ഉണ്ട്. വിജയിച്ച ആളുകളെ ലോകം തിരിച്ചറിയും, അല്ലാത്തവരെ ആരും തിരിഞ്ഞു നോക്കില്ല. ആ ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് ഫാം സിറ്റി ഇന്ന് ഈ അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ദിനത്തിൽ പ്രമുഖരായ 2 എന്താ പറയുക ഫോട്ടോഗ്രാഫേഴ്സിനെ ആദരിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അത് ആ ഒരു കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മൾ സെക്സിയെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പാലക്കാട് ഫാം സിറ്റി നിരവധി പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടത്തുന്ന ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നവരാണ്. നമ്മുടെ ഈ ഇന്ന് ആദരിക്കപ്പെടുന്ന 2 വ്യക്തികളും
നമ്മുടെ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ പാലക്കാട് ഫാം സിറ്റിയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദരിക്കുന്നതിലൊരു ഒരു മഹത്വമായി ഞാൻ കാണുകയാണ്. കാരണം ആദരിക്കുന്നത് സാധാരണ ഏതെങ്കിലും പരിധിയില്ലാത്ത രണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനെ അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു സിസ്റ്റമല്ല. ഇന്ന് ഏറ്റവും പാലക്കാടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ആ രണ്ടുപേരെ തന്നെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ആദരിക്കുന്ന ചടങ്ങിന് ഒന്നുകൂടി ഒരു സന്തോഷവും ഒരു മഹിമയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവർക്ക് രണ്ടുപേർക്കും, ജോസേട്ടനും അതുപോലെ മധുവിനും, നല്ല ഒരു ഇനിയും അവരുടെ ജീവിതത്തിൽ അവരുടെ ഈ കരിയറിൽ നല്ല ഉന്നതിയിലേക്ക് നയിക്കട്ടെ. അവർക്ക് ഇനിയും അതിനുള്ള അവസരങ്ങളും ധാരാളം സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ദിനത്തിൽ നമ്മൾ രണ്ട് ഫോട്ടോഗ്രാഫർമാരോട് ആദരിക്കുക. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടനും ഒന്ന് പ്രിയപ്പെട്ട മധു. ഏതാണ്ട് 50 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള അല്ലേ ജോസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് വന്ന് പാലക്കാടിൻ്റെ പത്രത്തിലും അതുപോലെ തന്നെ ഓരോ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലുമൊക്കെ വളരെ സജീവമായ പ്രാതിനിധ്യം വഹിക്കുന്ന ജോസേട്ടൻ. അതോടൊപ്പം തന്നെ പാലക്കാട് ഇന്ന് രാഷ്ട്രീയമായാലും സാമൂഹികമായാലും സാംസ്കാരികമായാലും ഏതൊരു പരിപാടി നടന്നാലും ഫസ്റ്റ് വിളിക്കാൻ ഓർക്കുന്ന മധു, അയ്യപ്പ ഫോട്ടോസിലെ മധു, ആ രണ്ടുപേരെയാണ് നമ്മളിന്ന് അവിടെ ആദരിക്കുന്നത്. തീർച്ചയായും അത് വളരെ മഹനീയമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം രണ്ടുപേരും അർഹതയ്ക്ക് അവകാശപ്പെട്ടവർ തന്നെയാണ്. തീർച്ചയായും ആ രണ്ട് ഫോട്ടോഗ്രാഫർമാരെയും അതോടൊപ്പം തന്നെ ലോകത്തിലുള്ള എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ആശംസകൾ നേരുന്നു. ഫാം സിറ്റി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് സെക്രട്ടറിയെ വളരെയധികം അഭിനന്ദിക്കാൻ ഞാൻ വേണ്ടുന്നു. ഇതുപോലുള്ള ദിവസങ്ങൾ കണ്ടെത്തി പ്രവർത്തനം അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉള്ള അംഗീകാരം കൊടുക്കാൻ കാണിക്കുന്ന കാഴ്ചപ്പാടിനെ പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ജോസേട്ടനും മധുവിനും എല്ലാ ആശംസകളും നൽകുകൊണ്ട് നിർത്തുന്നു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് ഫാം സിറ്റിയുടെ നേതൃത്വത്തിൽ മാധ്യമ ഫോട്ടോഗ്രാഫർമാരായ ജോസ് ചാലക്കൽ, മധു അയ്യപ്പസ് എന്നിവരെ മൊമെൻറ്റോ നൽകി ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് പി ബൈജു അധ്യക്ഷനായി. സെക്രട്ടറി ആർ ശ്രീകുമാർ, സോൺ ചെയർമാൻ ആർ ബാബു സുരേഷ്, വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ, പി സന്തോഷ് കുമാർ, കെ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ പരിപാടികളുടെയും ഫോട്ടോയും വീഡിയോയും പകർത്തി മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുന്ന മാധ്യമ ഫോട്ടോഗ്രാഫർമാരുടെ സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ജോസ് ചാലക്കൽ മറുപടി പ്രസംഗം നടത്തി. ലയൺസ് ക്ലബ്ബ് അംഗങ്ങളെ ഈ ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ തൊഴിലിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത പാലക്കാട് ലയൺസ് ക്ലബ്ബ് ഫാം സിറ്റി അധികൃതരോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും പല ഫംഗ്ഷനുകളിലും വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരുമാണ് പബ്ലിസിറ്റി കൊടുക്കാറ്. പക്ഷേ അവസാന സമയത്ത് നന്ദി പറയുമ്പോൾ ഈ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും നന്ദി പറയാൻ പലപ്പോഴും മറക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഫാം സിറ്റിയുടെ അല്ലെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ അംഗങ്ങൾ യാതൊരു കാരണവശാലും ആ ഒരു കർത്തവ്യം മറക്കാറില്ല. ഫോട്ടോഗ്രാഫർമാരെയും പത്രപ്രവർത്തകരെയും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞ് വേണ്ട രീതിയിൽ അംഗീകരിച്ച് ബഹുമാനിച്ച് ഈ നിമിഷം വരെ മൊമെൻറ്റോ നൽകി ആദരിച്ചു എന്നുള്ളതിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ പേരിലും മധുവിൻ്റെ പേരിലും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഫാം സിറ്റി അംഗങ്ങളെ, മധു, ജോസേട്ടൻ എന്നിവരെ ആദരിക്കാൻ കാണിച്ച ഇന്നത്തെ ഈ ഉദ്യമത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇത് ഇനിയും ഇതേമാതിരിയുള്ള ദിവസങ്ങൾ കണ്ടെത്തി ഇവരെയും മറ്റുള്ള ഇതേമാതിരി വേറെയും ഉള്ള മേഖലയിലുള്ളവരെയും കണ്ടെത്തി അവരെ ആദരിക്കാൻ ഈ ക്ലബിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഫാം സിറ്റി, ലയൺസ് ക്ലബ്ബ് ഓഫ് ഫാം സിറ്റി. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.